സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ന്യൂക്ലിക് ആസിഡ്സ് ആർ macrobiomolecules having very high molecular mass. They are polynucleotides. So polymer of nucleotides ആണ്. Nucleotide units are joined through phosphate ester linkages. സോ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ആണ് ന്യൂക്ലിയോടൈഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ പ്രോട്ടീൻസിൽ പെപ്റ്റൈഡ് ലിങ്കേജസ്, ന്യൂക്ലിക് ആസിഡ്സിൽ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ്. സോ ഇൻ ബിറ്റ്വീൻ ലിങ്കേജസ് ഓരോന്നിലും അതിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ബയോസിന്തസിസ് ഓഫ് പ്രോട്ടീൻ and the transmission of hereditary character. So what are the importance of nucleic acids എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ ബയോസിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടർ. അതുകൂടാതെ ദേ സ്റ്റോർ ഇൻഫോർമേഷൻ ഫോർ സെൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. സോ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് പഠിക്കുന്നതിന് മുന്നേ ന്യൂക്ലിയോ പ്രോട്ടീൻസിൻ്റെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് മനസ്സിലാക്കണം. ഓക്കെ, സോ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമസോംസിൽ ആണുള്ളത്. ദേ കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടീൻ ലിങ്ക് ടു ന്യൂക്ലിക് ആസിഡ്. സോ ന്യൂക്ലിക് ആസിഡ് പ്ലസ് എ പ്രോട്ടീൻ പാർട്ടിനാണ് നമ്മൾ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. They on hydrolysis gives a protein part and nucleic acid part. സോ ഞാൻ പറഞ്ഞു ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് വിത്ത് പ്രോട്ടീൻ ആണ്. സോ ന്യൂക്ലിയോ പ്രോട്ടീനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീൻ പാർട്ടും ന്യൂക്ലിക് ആസിഡ് പാർട്ടും കിട്ടും. ദെൻ ആ ന്യൂക്ലിക് ആസിഡ് പാർട്ടിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള സ്ട്രക്ചർ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ന്യൂക്ലിക് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ന്യൂക്ലിയോടൈഡ്സ് കിട്ടും. നമ്മൾ മുന്നേ പറഞ്ഞു ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ന്യൂക്ലിയോടൈഡാണ്. സോ ന്യൂക്ലിക് ആസിഡിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ന്യൂക്ലിയോടൈഡ്സ് കിട്ടും. ദെൻ ന്യൂക്ലിയോടൈഡ്സിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ്സും ഫോസ്ഫോറിക് ആസിഡുമായിട്ടാണ് മാറുക. സോ ന്യൂക്ലിയോടൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ന്യൂക്ലിയോസൈഡ്സ് ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്. ദെൻ ന്യൂക്ലിയോസൈഡ്സിനെ ഫർദർ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിയോസൈഡ്സിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള പ്യൂരിൻ ബേസസ്, പിരമിഡിൻ ബേസസ് ആൻഡ് പെൻറ്റോസ് ഷുഗർ. സോ ന്യൂക്ലിയോസൈഡ്സിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്? പ്യൂരിൻ ബേസസ്, പിരിമിഡിൻ ബേസസ് ആൻഡ് എ പെൻറ്റോസ് ഷുഗർ. സോ ഇവിടെ ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ന്യൂക്ലിയോസൈഡ് ഉണ്ട്. ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കണം. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അത് തമ്മിൽ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് വന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നത്. ന്യൂക്ലിയോടൈഡിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ആക്ച്വലി ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോസൈഡും ഫോസ്ഫോറിക് ആസിഡും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ന്യൂക്ലിയോടൈഡ് കിട്ടുന്നത്. ഓക്കെ, സോ ന്യൂക്ലിയോസൈഡ്സ്. സോ ന്യൂക്ലിയോസൈഡ്സിന് നമ്മൾ പറഞ്ഞു രണ്ട് പ്യൂരിൻ ബേസസ്, രണ്ട് പിരമിഡിൻ ബേസസ്, ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ടാവും. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് two components, a pentose sugar and heterocyclic nitrogenous base. സോ രണ്ട് കൺസ്റ്റിറ്റ്യുവൻസ് ആണുള്ളത്. ഒന്നുകിൽ പെൻറ്റോസ് ഷുഗർ, ഒരു കൺസ്റ്റിറ്റ്യുവൻറ്റ് പെൻറ്റോസ് ഷുഗർ ആൻഡ് മറ്റൊരു കൺസ്റ്റിറ്റ്യുവൻറ്റ് ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസസ് ആണ്. ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് എന്ന് പറയുമ്പോൾ തന്നെ നൈട്രോജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു റിങ് സ്ട്രക്ചറായിട്ട് വരുന്ന ബേസസ് ആണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞു പ്യൂരിൻ ബേസ് ഉണ്ട്, പിരമിഡിൻ ബേസ് ഉണ്ട്. ദെൻ പെൻറ്റോസ് ഷുഗറിനെ നമുക്ക് രണ്ട് ടൈപ്പിലായിട്ട് പറയാം. റൈബോസ് ഷുഗർ, ദെൻ 2-deoxy റൈബോസ് ഷുഗർ. ഓക്കെ, സോ ഇതാണ് ന്യൂക്ലിയോസൈഡിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്. ആ പെൻറ്റോസ് ഷുഗറിൽ നിന്ന് ഫസ്റ്റ് കാർബണിൽ നിന്ന് ഈ നൈട്രോജിനസ് ബേസിലേക്ക് ഒരു
ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ലിങ്കേജിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക, ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ദാറ്റ് കണക്ട്സ് ദ C1 ഓഫ് പെൻറ്റോസ് ഷുഗർ ആൻഡ് ദ ബേസ്. ഈ ബേസ് പ്യൂരിൻ ബേസസ് ആവാം, പിരിമിഡിൻ ബേസസ് ആവാം. ഓക്കെ, സോ ന്യൂക്ലിയോസൈഡ് പ്ലസ് റൈബോസ് ഷുഗർ ആണ് ഉള്ളതെങ്കിൽ, ഓക്കെ, സോ നൈട്രോജീനസ് ബേസും റൈബോസ് ഷുഗർ ആണെങ്കിൽ നമ്മളതിനെ റൈബോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ദെൻ ന്യൂക്ലിയോസൈഡും 2-ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ നമ്മളതിനെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് എന്നും പറയും. സോ ആദ്യത്തത് ഇതൊരു റൈബോസ് ആണ്. ഓക്കെ, സോ റൈബോസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 OH ഉണ്ടാവും. ഓക്കെ, ദെൻ ഡിയോക്സി, ഓക്സിജൻ കുറഞ്ഞതാണ് ഇവിടെ ഒരു OHന് പകരം ഒരു ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതാണ് 2-ഡിയോക്സി റൈബോസ്. ദെൻ ഇത് റൈബോസ്. സോ ഇത് കണ്ടെയ്നിങ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് ആണെങ്കിൽ നമ്മളത് റൈബോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ആൻഡ് ഇത് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡിയോക്സി റൈബോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് ആണെങ്കിൽ നമ്മളതിനെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. സോ ഇതിൻ്റെ കാർബണിൻ്റെ നമ്പറിങ് ശ്രദ്ധിക്കുക, 1st, 2nd, 3rd, 4th, 5th ഇങ്ങനെയാണ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ശ്രദ്ധിക്കുക. പെൻറ്റോസ് ഷുഗറിൽ നിന്ന് നൈട്രോജിനസ് ബേസിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുക. ദെൻ ഇപ്പം നമ്മൾ പെൻറ്റോസ് ഷുഗറിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടു. ഇനി അതേപോലെ തന്നെ നൈട്രോജിനസ് ബേസസിൻ്റെ ഡിസ്ക്രിപ്ഷൻ. സോ അതിൽ 2 തരത്തിലുള്ള 2 ടൈപ്പാണുള്ളത്, പ്യൂരിൻ ബേസസും പിരിമിഡിൻ ബേസസും. ഇതാണ് ഒരു പ്യൂരിൻ എന്ന് പറയുന്നത്. സോ പ്യൂരിൻ ബേസസിൽ ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ചാണ് ബേസസ് ഉണ്ടാവുക. സോ ഇവിടെ എല്ലാ സ്ട്രക്ചറിലും ഈ പ്യൂരിൻ ഉണ്ട്. ഓക്കെ, സോ അതിൽ NH2 വരികയാണെങ്കിൽ അഡനിൻ എന്ന് പറയും. സോ പ്യൂരിൻ ബേസസ് 2 എണ്ണവും പിരിമിഡിൻ ബേസസ് 3 എണ്ണമാണ് ഉള്ളത്. അതിൽ ഒന്ന് അഡനിൻ, ഒന്ന് ഗ്വാനിൻ. ഓക്കെ, ഗ്വാനിനിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു NH2 വരും. ഓക്കെ, സോ ഗ്വാനിനും അഡനിനും പ്യൂരിൻ ബേസസ് ആണ്. ദെൻ പിരിമിഡിൻ ബേസസ് ഞാൻ പറഞ്ഞു 3 ആൾക്കാരാണ് വരിക, സൈറ്റോസിൻ, തയമിൻ, യുറാസിൽ. സോ സൈറ്റോസിൻ ഇവിടെ ഇതാണ് പിരിമിഡിൻ ബേസസ്. ഇതിൻ്റെയൊക്കെ നമ്പർ ശ്രദ്ധിക്കുക, 1, 2, 3, 4, 5, 6 ഒരു റിങ് കഴിഞ്ഞു. ദെൻ 7, 8, 9 ഇങ്ങനെയാണ് നമ്പറിങ് വരിക. ദെൻ പിരമിഡിനിൽ 1, 2, 3, 4, 5, 6 6 എണ്ണേ ഉള്ളൂ. ഓക്കെ, സോ 1ഉം 3ഉം നൈട്രജൻ. ഓക്കെ, ഇവിടെ 1, 3, 7, 9 നൈട്രജൻസ് വരും, ബാക്കിയൊക്കെ കാർബൺസ് വരും. ഓക്കെ, സോ ഇവിടെ സൈറ്റോസിൻ, തയമിൻ, യുറാസിൽ പിരിമിഡിൻ ബേസസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ പെൻറ്റോസ് ഷുഗറും നൈട്രോജിനസ് ബേസും ചേർന്നതാണ് ന്യൂക്ലിയോസൈഡ്. അത് കണക്ട് ചെയ്യുന്ന ലിങ്കേജസ് ആണ് ഏത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സോ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പ്യൂരിൻ ബേസസിൻ്റെ കേസിൽ, അതായത് ഇത് പ്യൂരിൻ ബേസ് ആണ്, ഇവിടെ അഡിനിൻ ആണ്. ഓക്കെ, സോ ഇവിടെ പ്യൂരിൻ ബേസസിൻ്റെ കേസിൽ പെൻറ്റോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണും ഇതാണ് ഫസ്റ്റ് കാർബൺ. ഇതിപ്പോൾ ഇവിടെ എഴുതിയതിൻ്റെ തിരിച്ചാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ അഡിനിനെ അതിൻ്റെ 9th നൈട്രജനും തമ്മിലാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാവുക. അതെപ്പോഴും ശ്രദ്ധിക്കുക. പ്യൂരിൻ ബേസസ് ആവുമ്പം C1ഉം N9ഉം ആയിരിക്കും ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് ഉണ്ടാവുക. ദെൻ ഇത് ഡിഓക്സി റൈബോസ് ആണ്, കാരണം ഇവിടെ ഓക്സിജൻ ഇല്ല, ഇവിടെ ഹൈഡ്രജനാണ്. സോ ഡിഓക്സി അഡിനോസിൻ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ, ഈ ന്യൂക്ലിയോസൈഡിൻ്റെ പേര്. അതേപോലെ പിരമിഡിൻ ബേസസ് ആണ് നൈട്രോജീനിയസ് ബേസ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ പെൻറ്റോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണും നൈട്രോജനസ് ബേസിൻ്റെ പിരമിഡിൻ ബേസിൻ്റെ ഫസ്റ്റ് നൈട്രജനും തമ്മിലാണ് ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരിക. സോ ഇവിടെ C1N1 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത് C1ഉം N1ഉം ആണ്. നൈട്രോജനസ് ബേസിൻ്റെ ഫസ്റ്റ് കാർബണും തമ്മിലാണ് അതിൻ്റെ ലിങ്കേജസ് വരിക. ഓക്കെ, സോ ഈ സ്ട്രക്ചർ റൊട്ടേറ്റ് ചെയ്ത പോലെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, സോ ഇവിടെയും അതെ, ഇത് ഡിയോക്സി റൈബോസ് ആണ്, OH ഇല്ല, ഇവിടെ H ആണ്. അതുകൊണ്ടാണ് ഡിയോക്സി തൈമിഡിൻ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിന്.
സോ ന്യൂക്ലിയോസൈഡിൻ്റെ 2 ഫോർമാറ്റ് എഴുതി. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഒരു OH കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അതിൻ്റെ കറസ്പോണ്ടിങ് റൈബോസ് ഷുഗർ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇത് രണ്ടും ഞാനിവിടെ ഡിയോക്സി റൈബോസ് ആണ് ഇവിടെ പെൻറ്റോസ് ഷുഗർ എടുത്തിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഫോസ്ഫോറിക് ആസിഡും കൂടെ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ വരും. സോ 3 കമ്പോണൻസ്: പെൻറ്റോസ് ഷുഗർ, ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസസ്, ദെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഇത് രണ്ടും ന്യൂക്ലിയോസൈഡ് എന്ന് പഠിച്ചു. അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരും, അല്ലെങ്കിൽ ഒരു ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഒരു ഗ്രൂപ്പും കൂടെ വരും. ഓക്കെ, ഇത് ഇൻഡിവിജ്വൽ കമ്പോണൻ്റ് എഴുതുന്നത് കൊണ്ടാണ് ഞാനിവിടെ OH എന്ന് എഴുതുന്നത്. ഇത് ആക്ച്വലി ഫർദർ ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിട്ട് O ബോണ്ടിങ് ആയിട്ടാണ് ഇതിൻ്റെ പോളിമറായിട്ട് എഴുതുമ്പോൾ എഴുതാൻ പറ്റുക. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ കമ്പോണൻ്റ് ആയതുകൊണ്ടാണ് OH എന്ന് എഴുതുന്നത് ഇവിടെ. ഓക്കെ, സോ ന്യൂക്ലിയോടൈഡ്സ് ആർ ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ് ഓഫ് ന്യൂക്ലിയോസൈഡ്സ്. സോ ന്യൂക്ലിയോസൈഡിനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ആ പോളിമർ ഉണ്ടാവുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം റൈബോ ന്യൂക്ലിയോടൈഡാണ്. കാരണം എന്താണ്? ഇവിടെ രണ്ടും OH ഉള്ളത് കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് കാർബണും 9th കാർബണും തമ്മിൽ, സോ ഇവിടെ പ്യൂരിൻ ബേസ് ആണ്. സോ ഒരു ന്യൂക്ലിയോസൈഡ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്യൂരിൻ ബേസസ് ഈ ഒരു കേസിൽ നമുക്കിവിടെ 1st, 2nd, 3rd, 4th, 5th കാർബണിൽ നിന്ന് നമുക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഡിയോക്സി റൈബോസ് ആണ്. OH ആണ് ഇവിടെ, OH ഇല്ല. ഓക്കെ, ദെൻ ഇതൊരു പിരിമിഡിൻ ബേസ് ആണ്. സോ ഇതിൻ്റെ കേസിലും അതെ, 5th കാർബണിൽ നിന്ന് നമുക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് ഒരു കണക്ഷൻ. സോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻറ്റോസ് ഷുഗർ, ദെൻ നൈട്രോജിനസ് ബേസ്, പിരിമിഡിൻ ഓർ പ്യൂരിൻ. ഇത് പ്യൂരിൻ ആണ്, ഇത് പിരിമിഡിൻ ആണ്. അങ്ങനെ വരുന്ന 3 കമ്പോണൻസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ന്യൂക്ലിക് ആസിഡ്സ്. സോ നമ്മൾ ന്യൂക്ലിയോസൈഡ് കണ്ടു. ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ടുള്ള ന്യൂക്ലിയോടൈഡ് കണ്ടു. ദെൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളിമറൈസേഷനാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുക. അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ന്യൂക്ലിയോടൈഡ്സ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് കമ്പോണൻറ്റിനെ നോക്കുക, ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു ബേസ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ആ ന്യൂക്ലിയോടൈഡ് ദെൻ അടുത്തൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലാണ് നമുക്ക് ഈ പോളിമറൈസേഷൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഈ ഭാഗത്തുള്ള ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലുള്ള OHും ദെൻ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിലെ 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ OHും ആയിട്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിട്ടുള്ളത്. ഹൈഡ്രജൻ ബോണ്ടിങ് അല്ല, അത് H2O കണ്ടൻസ് ചെയ്തിട്ട് അവിടെ ഒരു ബോണ്ട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഡിയോക്സി റൈബോസിൻ്റെ കേസസിൽ നമുക്ക് 3rd കാർബണിലാണ് നമുക്ക് ബോണ്ടിങ് വരിക. കാരണം എന്താണ്? ഡിയോക്സി റൈബോസിൻ്റെ കേസിൽ 2nd കാർബണിൽ ഹൈഡ്രജനേ ഉള്ളൂ, OH ഇല്ല. അപ്പോൾ അവിടുന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവില്ല. പക്ഷേ 3rd പൊസിഷനിലാണ് നമുക്ക് OH ഗ്രൂപ്പ് വരുന്നത്. സോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അവിടുത്തെ OHും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ പോയിട്ട് നമുക്ക് അവിടെ ഒരു ലിങ്കേജസ് വരും. അതേപോലെ തന്നെ നമുക്കങ്ങനെ തുടർന്ന് പോകും. സോ ഇതിപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് 4 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ആ 4 ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളിമറാണ് നമ്മൾ ഇതേപോലെയുള്ള ഒരു ഫാഷനിലാണ് നമുക്ക് ഓരോ ന്യൂക്ലിക് ആസിഡിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത് ഡിയോക്സി റൈബോസ് ആണ്. കാരണം എല്ലാറ്റിലെയും 2nd പൊസിഷൻ നോക്കുക, OH ഇല്ല, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. സോ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിനെയാണ് നമ്മൾ DNA എന്ന് വിളിക്കുക. സോ DNAയുടെ ഒരു സ്ട്രക്ചറാണിത്. ഇതേപോലെ തന്നെ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ RNA ആണെങ്കിൽ, ഇവിടെ 2nd പൊസിഷനിൽ OH ഗ്രൂപ്പ് വരും. ഓക്കെ, സോ RNAയിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു ബേസ് യുറാസിലായിരിക്കും.
ഒരു ബേസ് യുറാസിലായിരിക്കും. നമുക്ക് DNA-യുടെയും RNA-യുടെയും സ്ട്രക്ചറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. സോ ഇതാണ് RNA-യുടെ കേസിൽ നമുക്ക് റൈബോസ് ആയിരിക്കും പെൻറ്റോസ് ഷുഗർ ആയിട്ട് വരിക. ഇവിടെ ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് പൊസിഷനിലോ തേർഡ് പൊസിഷനിലോ നമുക്ക് ഈ ഫോസ്ഫേറ്റ് ലിങ്കേജസ് പോസിബിളാണ്, കാരണം OH ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് DNA-യുടെ ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. RNA ആകുമ്പം അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറും. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വാട്ട് ആർ ന്യൂക്ലിക് ആസിഡ്സ്, സോ പോളിന്യൂക്ലിയോടൈഡ് ആണ്, അതിൽ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ആണ് ഉണ്ടാവുക. ഇതാണ് ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ്. ഓക്കെ, സോ അതിൽ ആദ്യം നമ്മൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻസും കൂടെ, പ്രോട്ടീൻ പാർട്ടും കൂടെ ചേർന്നിട്ടുള്ള സ്ട്രക്ചർ. ന്യൂക്ലിയോ പ്രോട്ടീൻസിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പം ന്യൂക്ലിക് ആസിഡ് വരും. ന്യൂക്ലിക് ആസിഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂക്ലിയോടൈഡ് വരും. ന്യൂക്ലിയോടൈഡിനെ അഗെയിൻ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയോസൈഡും ഫോസ്ഫോറിക് ആസിഡും വരും. ന്യൂക്ലിയോസൈഡിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്യൂരിൻ ബേസസ്, 2 പിരിമിഡിൻ ബേസസ് ആൻഡ് എ പെൻറ്റോസ് ഷുഗർ. അത് റൈബോസ് ആവാം, അത് ഡിയോക്സി റൈബോസ് ആവാം. ഓക്കെ, സോ ഇത്രയാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്. ഇനി അടുത്തത് ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമുക്കറിയാം DNA ഉണ്ട്, RNA ഉണ്ട്. സോ DNA-യുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, RNA-യുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.